ഒന്ന് ബേസിലിന്റെ ടീം, പിന്നെ ഞാൻ എൻ്റെ ടീം. ഞാൻ അത്യാവശ്യം ബാറ്റ് ചെയ്യും, ബേസിൽ അത്യാവശ്യം ബോൾ ചെയ്യും. ബാക്കിയുള്ളവരൊക്കെ ഔട്ടാക്കുന്നു, പക്ഷെ എന്നെ ഔട്ടാക്കാൻ പറ്റിയില്ല ഇതുവരെ. എന്താ പറഞ്ഞു? ഇവന്റെ ബോളിൽ ഞാൻ 6 അടിച്ചു. അവരുടെ റൂൾസ് പ്രകാരം അത് ഔട്ടാണ്. അടിന്റെ പേരിൽ അന്ന് മരണം ഉടക്കായിട്ട് കളി നിർത്തിവെച്ചു. പിന്നെ ഞങ്ങള് രണ്ടുപേരും ഒരു ടീമിലായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ബോളിൽ ഇവൻ ബാറ്റ് ചെയ്തപ്പോൾ എന്നെ റണ്ണൗട്ട് ആയി കളഞ്ഞു. ഇവൻ പോയി 4ാമത്തെ ബോളിൽ ഇവനും ഔട്ടായി. ടീമിന് വേണ്ടി പുറത്ത് നിന്നിട്ട് സഹായം കൊണ്ട് മാത്രം കൂട്ടിയിട്ടുണ്ട്. ഇതൊക്കെ എന്ത് ജയറാമേട്ടൻ അഭിനയിച്ചൊരു, അപ്പൊ അതെല്ലാരെയും കാണിച്ച ആ ഒരു വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതും നൈറ്റ് എല്ലാവരും ഇട്ടിരുന്നുള്ളൊരു ജയറാമേട്ടൻ്റെ കൂടെ ചെയ്തേക്കുന്നത് ഞാനാണ്. ചേട്ടനൊക്കെ അത് ഇപ്പോഴും റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അത് നീ ഉള്ളത് കൊണ്ടല്ല, നിന്നെ ഞാൻ റെക്കഗ്നൈസ് പോലും ചെയ്തിട്ടില്ല. ഒരു കയ്യബദ്ധം എന്തിനൊരു കോംപ്ലിമെന്റ് പറയുന്നുണ്ട് ധ്യാൻ ചേട്ടാ. ബേസിക്കലി നിനക്കൊന്നും ചെയ്യാനില്ലായിരുന്നല്ലോ, നീ വെറുതെ ഇവിടെ ഓട്ടോയിൽ ഇരിക്കുകയായിരുന്നല്ലോ. അപ്പൊ ഞാൻ എന്താ പറയാ, ഒരാവശ്യവും ചെയ്യാനില്ലാത്തത് കൊണ്ട് നീ ഒന്നും ചെയ്തില്ല. എന്തെങ്കിലും ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ആക്ട് ചെയ്യില്ലേ ചെയ്തല്ലേ ഇപ്പൊ? നിങ്ങൾ രണ്ടാളും കൂടെ ഒരു സിനിമയിൽ അഭിനയിക്കും. നിങ്ങൾക്ക് രണ്ടാമത് നല്ലൊരു ഭാവി കാണുന്നത് ഞാൻ. എന്തിനുള്ള ഭാവി ചേട്ടാ? ആക്ടിങ്ങിലാണ്, ആക്ടിങ്ങിലും ഈ വാചകടിയിലും എല്ലാത്തിലും. അതെ അതെ അതെ. എന്തെങ്കിലും എപ്പോഴെങ്കിലും അച്ഛനോ ചേട്ടനോ ഒക്കെ അറിയാതെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ അടിച്ചിട്ടുണ്ടോ? പൈസ വല്ലതും അച്ഛനും ചേട്ടനെ മാത്രമേ ഉള്ളൂ? അത് മാത്രമല്ല, പുറത്ത് പല പല സ്ഥലത്ത് ഞാൻ റോബിൻ ഹുഡിന്റെ പരിപാടിയായിരുന്നു. ഈ കേരളത്തിന് പുറത്താ പലതും. ഹായ് ഹലോ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. പാർട്ട്നേഴ്സ് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്നലെപ്പോൾ ചേരുന്നു ധ്യാൻ ചേട്ടൻ ആൻഡ് നീരജ ചേച്ചി. സ്വാഗതം. താങ്ക് യു. ഇപ്പോൾ ഞാനിങ്ങനെ ഇന്റർവ്യൂവിൽ വന്നിരിക്കുമ്പോഴത്തേക്കിനെ നേരത്തെ തൊട്ട് ധ്യാൻ ചേട്ടനെ പറ്റി ഒരുപാട് കഥകൾ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ഉണ്ട്, നമ്മൾ നദികൾ സുന്ദരി യമുനയുടെ ഇന്റർവ്യൂവിന് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ധ്യാൻ ചേട്ടനെ പറ്റി ഒരുപാട് കഥകൾ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓഫീസിലുള്ളവരും നമ്മുടെ കോൺടാക്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നേരത്തെ ചേട്ടനുമായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു ലൊക്കേഷനിൽ നിന്നൊക്കെയാണ് ചേട്ടൻ വന്ന് ചിലപ്പോൾ ഷൂട്ടിനൊക്കെ ഇരിക്കുന്നത്. അതായത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസം ഒരു ഷൂട്ടിന് ചേട്ടൻ 2 മണിക്ക് 1:30-2 മണി ആയപ്പോഴാണ് വന്നത്. എന്നിട്ട് അത് തീർത്തിട്ട് 3 മണിക്കാണ് പോയതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. ദാ ഇപ്പോഴും സമയം എത്ര, ഒരു 12 മണി ആകാറായിരിക്കുന്നത്. ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നു. ധ്യാൻ ചേട്ടൻ ഒരു മാറ്റവും ഇല്ല, മുഖം കിടക്കുന്നില്ല. അതെ, ലൊക്കേഷനിൽ ഇവിടെ വന്നിരിക്കുന്നു. ധ്യാൻ ചേട്ടൻ ഒരു പ്രശ്നമില്ല, വളരെ പ്ലസന്റ് ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് ചില്ലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ചേട്ടാ, ഇത് എങ്ങനെ സാധിക്കുന്നു? കാരണം ഇങ്ങനെ ഇത്രയും ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ സമയത്ത് പോലും ഒരു പ്രശ്നവും ഇല്ലാതെ, കാരണം നമ്മൾ ഈ ഉറങ്ങേണ്ടൊക്കെ സമയമായിരിക്കല്ലേ, എത്രയും ടയേർഡായിട്ട് എങ്ങനെ പറ്റുന്നു? ഇതേ ചോദ്യം എനിക്ക് അങ്ങോട്ട് ചോദിക്കാൻ, എന്തുകൊണ്ടാണ് നീ ഈ സമയത്ത് വന്നിരിക്കുന്നത്? ഇത് നമ്മുടെ വർക്ക് ആയതുകൊണ്ടല്ലേ? എന്തിന് വർക്ക് ചെയ്യുമ്പോ നമുക്ക് എന്ത് കിട്ടുന്നു? നമുക്ക് ശമ്പളം കിട്ടുന്നു. അപ്പൊ നമ്മള് എല്ലാരും വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് നമ്മുടെ ജോലിയല്ലേ. നിങ്ങളല്ലെങ്കിൽ രാത്രി 12 മണിക്ക് ഇത് ജോലി ആയതുകൊണ്ട് മാത്രമല്ലേ വന്നിരിക്കുന്നത്? നമ്മുടെ ഭാഗമല്ലേ. നമ്മളെ ബാക്കിയൊക്കെ കാര്യം വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് എന്നെക്കാളും എനർജി വേണ്ടത് സ്വാഭാവികമായിട്ടും ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ അല്ലേ. ഹോസ്റ്റ് എന്ന രീതിയിൽ രാത്രി 12 മണിക്ക് ഉറക്കം തുടങ്ങിയിട്ട് വീട്ടിലൊക്കെ വിളിച്ച് ചീത്ത പറഞ്ഞിട്ടുണ്ടാവും, ആ കാലമാടൻ ഇപ്പോഴാണ് വന്നത് അല്ലേ. ഒരുമാതിരി മറ്റേ പരിപാടി ഇപ്പൊ എന്തൊരു ജോലിയാണ്, നശിച്ച ജോലി എന്നൊക്കെ നീ ചിലപ്പോൾ വീട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞു. ഇല്ല, അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഇവിടെ ഹോസ്റ്റലിൽ നിൽക്കുന്നത്, അപ്പൊ വീട്ടിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മുടെ സിനിമ പാർട്ട്നേഴ്സ് ഇൻ ക്രൈം. അപ്പൊ എന്താണ് പാർട്ട്നേഴ്സ് ഇൻ ക്രൈമിന്റെ വിശേഷങ്ങൾ? ചേട്ടന്റെ ക്യാരക്ടറിനെ പറ്റി ഒന്ന് പറയൂ. ക്യാരക്ടർ ബേസിക്കലി ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്ന ഞങ്ങളൊരു 5 പേര്, സഞ്ജു, ഞാൻ, അനീഷ്, ദിനേശ് ചേട്ടൻ പ്രൊഡ്യൂസർ, പിന്നെ ദേവകി എന്ന് പറഞ്ഞ ദേവകിയുടെ ഇല്ല. ഞങ്ങൾ 5 പേരും കൂടെ ഒരുമിച്ച് ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്നു. അതൊരു കാസർഗോഡാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാങ്ക് സെറ്റ് ചെയ്തിട്ടുള്ള കാസർഗോഡ്. ഇതൊരു ട്രെയിലറല്ല, അതിൻ്റെ ടീസർ. അപ്പോൾ അതൊരു സ്കാമിനെ ബേസ് ചെയ്തിട്ടാണ്. ഈ ബാങ്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു സ്കാമാണ് എൻ്റെ ഒരു ബേസ് ഐഡിയ. പിന്നെ അതൊരു എന്താ പറയണ്ട, അതൊരു ഇഷ്യൂ ആവുന്നതും അതിൻ്റെ ഒരു തുടരെയുള്ള ഇൻസിഡൻസ് ആണ്. ലൈക്ക് ഒരു സീരീസ് ഓഫ് ഇവൻറ്റ്സ് ആണ് എൻ്റെ സിനിമയുടെ ഒരു നട്ട്ഷെൽ ബേസിക്കലി. അപ്പം ഇതൊരു പേപ്പർ കട്ടിങ് അല്ലെങ്കിൽ പേപ്പർ വാർത്തയായിട്ട് വന്നൊരു ഭയങ്കര സെൻസേഷണൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിരുന്നു. ഒരു കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിൽ നടന്നൊരു സംഭവത്തിനെ കുറിച്ചാണ് ഇത് മെൻഷൻ ചെയ്യുന്നത്. പക്ഷേ അതൊരു ബേസ് ഐഡിയ മാത്രമാണ്. പക്ഷെ അതിൽ നിന്നൊരു സിനിമ ഉണ്ടാക്കി, ഒരു സിനിമാ കഥ അവർ റൈറ്റേഴ്സും നവീൻ ചേട്ടനും ഡയറക്ടറും കൂടെ ഉണ്ടാക്കി അതിനൊരു സിനിമയുടെ രൂപത്തിലാക്കി. അന്നത് വായിച്ചപ്പോഴും ഞാൻ വായിച്ച ഈ വാർത്ത. അപ്പം നമ്മളത് എൻ്റെ ഒരു സാധ്യത എപ്പോഴെങ്കിലും ഇങ്ങനൊരു സിനിമ അല്ലെങ്കിൽ ഇതൊരു കഥയാക്കാൻ പറ്റുന്നൊരു സാധനമാണെന്ന് ഞാൻ ആലോചിച്ചിരുന്നു. അപ്പോഴേക്ക് ഒരേ സമയം ഇവരും അത് വാർത്ത വായിച്ചു, അവരപ്പോഴേക്കൊരു കഥയാക്കി കൊണ്ടുവന്നു. അങ്ങനെ ആണ് സിനിമ ഉണ്ടാവുന്നത്. അതാണ് സിനിമയുടെ ഒരു ബേസിക് ഐഡിയ. ഇങ്ങനെ മിസ്സായി പോയല്ലേ കയ്യിൽ നിന്ന്?
അല്ല സ്വാഭാവികമായിട്ടും നമ്മൾ തന്നെയാണല്ലോ അതിൽ അഭിനയിച്ചതുകൊണ്ട് കുഴപ്പമില്ല. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കേട്ടപ്പോൾ നമുക്ക് കേട്ടിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടുള്ള കഥകൾ ഉണ്ടാവുമല്ലോ. ഈ ഒരു വാർത്ത ഏത് വർഷമായിരിക്കും വന്നിട്ടുണ്ടാവുക? ഈ വർഷമായിരിക്കും 3-4 വർഷമായി കാണും അല്ലേ, 5 years. ഇതുപോലെ ചേട്ടൻ ഇങ്ങനെ പേപ്പർ കട്ടിങ് ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നില്ല ഇതൊരു സിനിമയാക്കി എടുത്ത നല്ലതാണ്, ഇതൊന്ന് ഡയറക്റ്റ് ചെയ്യാം. പക്ഷെ അങ്ങനെ അപ്പോഴത്തേക്കിന് വേറൊരാൾ ഇത് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നൊക്കെയുള്ള വാർത്ത വരില്ല. അങ്ങനത്തെ ഉണ്ടായിട്ടുള്ള സിനിമകൾ ഉണ്ടായിട്ടുണ്ട്? ഇല്ലില്ല, അങ്ങനെ ഇത് നമ്മൾ പേപ്പറിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന വാർത്തകളുണ്ടല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ മോഷണം, സ്കാം, തട്ടിപ്പ് വാർത്തകൾ, മർഡർ മിസ്റ്ററി അല്ലെങ്കിൽ മർഡർ ക്രൈം, ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ വായിക്കുന്ന സമയത്ത് നമുക്ക് നമ്മൾ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെ നോട്ട് ചെയ്ത് വെച്ച കുറേ സാധനങ്ങളുണ്ട്, കുറേ സെൻസേഷണൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ. ഞാൻ പ്രത്യേകിച്ച് സ്കാം, ഈ പറഞ്ഞ പോലത്തെ ഇന്ത്യ ഒട്ടുക്ക് നടന്ന പല പല സ്കാമുകളെ കുറിച്ചിട്ട് ഞാൻ റിസർച്ച് ചെയ്തിട്ടുണ്ട്. കുറേ സ്കാമിനെ പറ്റിയിട്ട് ഞാൻ അങ്ങനത്തെ കുറേ സിനിമകൾ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടമായി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഭയങ്കര അടുത്തതെന്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനമുണ്ട്. ആ ഒരു പരിപാടി ഇതിനകത്തുണ്ട്. ഒരു ജഡ്ജ് ഓഫ് ദ സീറ്റ് സാധനങ്ങൾ, നെക്സ്റ്റ് ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്ത് നെക്സ്റ്റ് മുന്നോട്ട് എന്ത് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി മുന്നോട്ട് വെക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ആ ഒരു ഫോമുലയിലുള്ള സിനിമകൾ എനിക്ക് പേഴ്സണലി കാണാൻ ഇഷ്ടമാണ്. തിയേറ്ററിലായിക്കോട്ടെ അല്ലെങ്കിൽ വീട്ടിൽ വെബ് സീരീസിലൊക്കെ വരുന്ന സമയത്തൊക്കെ നമുക്ക് ഭയങ്കര രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമകളാണ്. അപ്പോൾ ആ ഒരു ജോണറിൽ പെടുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ കേട്ടപ്പോൾ തന്നെ അതൊരു സ്ട്രൈക്ക് ചെയ്തു. ഇപ്പൊ നീരജായിട്ട് കോമ്പിനേഷൻ സീനുണ്ട്. എന്താണ്, നിങ്ങളാണോ അതിൽ പാർട്ട്നേഴ്സ് ആയിട്ട് വരുന്നത്? എന്താണ്? അല്ല, ഞങ്ങള് ഈ പറഞ്ഞ 5 പാർട്ട്നേഴ്സ്, ഈ 5 പേരിൽ സഞ്ജു ശിവറാം അദ്ദേഹത്തിന്റെ വൈഫിന്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കഥാപാത്രം തമിഴ് ക്യാരക്ടറാണ്, അഴകി എന്നാണ് പേര്. പിന്നെ ഈ കഥയുമായിട്ട് കഥാപാത്രം എങ്ങനെ ഹൈലൈറ്റ് ആവുന്നത് വെച്ചാൽ ഒരു ഫ്ലാഷ് ബാക്കിൽ ഒരു സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു മൊമെന്റ് ഉണ്ട് ഈ ക്യാരക്ടറിനുണ്ട്. അത് കഥ കാണുമ്പോൾ മനസ്സിലാവും. അതെ. പിന്നെ ഞങ്ങൾ തമ്മിൽ വളരെ കുറച്ച് കോമ്പിനേഷൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആസ് എ പേഴ്സൺ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. വളരെ ഡൗൺ ടു എർത്ത് ആണ്. നമ്മൾ എന്താ പറയുക, സ്റ്റാർഡം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. സാധാരണ ധ്യാൻ ചേട്ടൻ്റെ പടങ്ങളൊക്കെ കണ്ടിരുന്നപ്പം ഇതൊന്നുമല്ല, വെറും പച്ചയായ മനുഷ്യൻ, അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇപ്പോഴും എന്നും. അതെ, പച്ചയായ മനുഷ്യനാണ്. പച്ച ഷർട്ടൊക്കെ ഞാനും അതറിയാതെ ഇത് വലിയ സ്റ്റാർ ആണോ മറ്റേ ബോഡി ബിൽഡർ ആണോ അറിയില്ലേ? ബോഡി ബിൽഡറോ? അങ്ങനെയല്ല, ഫിറ്റ്നസ് ഒക്കെ കീപ്പ് ചെയ്യുന്ന ഓർമ്മയുണ്ടോ? ഞാൻ പണ്ട് മറ്റേ ചക്രാസനത്തിനെ പറ്റിയൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഫ്ലാഷ് ബാക്ക് ഒക്കെ പറഞ്ഞു. പിന്നെ ഇപ്പോഴും ഉണ്ടല്ലോ ബോഡി ബിൽഡർ ആണ്. 2021 റണ്ണറപ്പാണ്, ബോഡി ബിൽഡർ അല്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകും. അല്ല, അത് മോഡൽ ഫിസിക്ക്, നമ്മൾ ഫിസിക്ക് കീപ്പ് ചെയ്യുന്നു നമ്മൾ. അതിൽ ആ കോമ്പറ്റീഷനിൽ ഞാൻ റണ്ണറപ്പ് ആയിട്ടുണ്ട് 2021. പിന്നെ ഗവൺമെന്റ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കോമ്പറ്റീഷനിലെ വിന്നറാണ്. അതെ, സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്, മെഡലൊക്കെ ഉണ്ട്. അല്ല, അപ്പൊ പിന്നെ ഉണ്ട് ഈ കഥയൊക്കെ ഞാൻ അന്ന് പറഞ്ഞതാ. പക്ഷെ ചേട്ടനിപ്പം മറന്നുപോയി ഇതൊക്കെ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കഥയൊക്കെ. അല്ല, അത് ഈ പറഞ്ഞ പോലെ ഞാൻ അത്യാവശ്യം എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. കാര്യം പണ്ടുണ്ടായ ബോഡി ഷേമിങ്ങും പിന്നെ നമുക്കൊരു ട്രാൻസ്ഫോർമേഷനൊക്കെ വന്ന് 2019-2020 ഫസ്റ്റിലാണ് ഈ കോമ്പറ്റീഷനൊക്കെ വിൻ ചെയ്തത്. ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കാര്യം അതില്ലാണ്ട് പറ്റില്ല, അത് വേണം, മെയിൻറ്റെയിൻ ചെയ്യണം. അത് ട്രാൻസ്ഫോർമേഷൻ ചേട്ടന്റെ വർഷങ്ങൾക്ക് ശേഷത്തിൽ നല്ല വ്യത്യാസം ഉണ്ട്. അപ്പൊ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു, ഇതെങ്ങനെ? പക്ഷെ ഇപ്പൊ ഞാൻ പിന്നെ കാണുമ്പോ ഇതെങ്ങനെ? അത് പക്ഷെ അത് പ്രശ്നമാണ്. അത് എപ്പോഴും ഒരേപോലെ കൊണ്ടുപോകണം അല്ലേ? കൊണ്ടുപോകോ? എനിക്ക് തോന്നുന്നു ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളാണ്. കാര്യം ഇപ്പൊ തന്നെ മനസ്സിലാവുന്നുണ്ട്. കാര്യം ഇതേ അത് ഭയങ്കര മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അല്ല, എനിക്ക് തോന്നുന്നു ധ്യാൻ ചേട്ടൻ ഇങ്ങനെ ഇതിങ്ങനെ സെയിം പോലെ പിടിച്ചാൽ ആരും ശ്രദ്ധിക്കില്ലല്ലോ അല്ലേ? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ട്രാൻസ്ഫോർമേഷൻ വന്നാലേ ആൾക്കാർ ചലഞ്ചിങ് ആയിട്ട് സംഭവം കിട്ടുമ്പോഴത്തേക്കും വ്യത്യാസപ്പെടുത്തേണ്ടി വരും അല്ലേ? ഇതിപ്പോ ഈ കഥാപാത്രങ്ങൾക്കൊക്കെ ഈ ശരീരം മതി അല്ലേ? അങ്ങനെയല്ലേ? ഇപ്പൊ നമ്മുടെ സിനിമ റോബറി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു സിനിമയാണല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ ചേട്ടാ, ഇപ്പൊ ചേട്ടൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, അതായത് ഈ സ്കാംസ് കാര്യങ്ങളൊക്കെ എന്നുള്ളത്. അപ്പം എന്തെങ്കിലും എപ്പോഴെങ്കിലും അച്ഛനോ ചേട്ടനോ ഒക്കെ അറിയാതെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ അടിച്ചിട്ടുണ്ടോ? പൈസ വല്ലതും? ഒരുപാട് ഡെയിലി ഇപ്പോഴില്ല, ഇപ്പോഴിപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല. പക്ഷെ എന്നാൽ പോലും ഞാൻ വലിയ വലിയ മോഷണങ്ങളും വലിയ വലിയ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്ത് വളരെ ഇതുവരെ പിടിക്കപ്പെടാതെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാടുണ്ട്. അതുകൊണ്ട് എന്നോട് ഒരു കഥ ചോദിക്കരുത്, പലർക്കും അറിയാത്തതൊക്കെ. അപ്പോൾ അത് മോഷണമായതുകൊണ്ട് പറയാൻ പറ്റില്ല. ഏത് പ്രായത്തിലേ തുടങ്ങിയത്? ചെറുപ്പത്തിൽ തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. അച്ഛനും ചേട്ടനും മാത്രമേ ഉള്ളൂ? അത് മാത്രമല്ല, പുറത്ത് പല പല സ്ഥലത്തൊക്കെ പുറം ലോകത്തൊക്കെ പിടിപാടുണ്ട്. സത്യമായിട്ടും
കള്ളെന്ന് വിളിക്കാൻ പറ്റില്ല. മറ്റേ ഞാൻ റോബിൻ ഹുഡിന്റെ പരിപാടിയായിരുന്നു. കട്ടിട്ട് പലർക്കും അതായത് മറ്റേ കൊച്ചുണ്ണിയായിരുന്നു അല്ലേ? കൊച്ചുണ്ണിയായിരുന്നു അദ്ദേഹം. പാവപ്പെട്ടവർക്ക് കൊടുക്കുമായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെയുള്ള മോഷണങ്ങൾ കോളേജ് സമയത്തൊക്കെ ചെറിയ ചെറിയ മോഷണങ്ങളും പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ട്. അത് ഞാനിങ്ങനെ ഒരു കഥയാക്കിയിട്ട് ഒരു സിനിമയാക്കാനുള്ള ഒരു പ്ലാനും ഉണ്ട്. അത് ഞാൻ വേറൊരു സമയത്ത് അതേതാ സിനിമ എന്നും പറയാം. കായംകുളം കൊച്ചുണ്ണി വന്നു പോയി, ഇത് വേറെ പാട്ടായിരിക്കും അല്ലേ? വീതിച്ചു കൊടുക്കുന്നത് ആർക്കൊക്കെ ആയിരുന്നു? അതാണ് എനിക്ക് അറിയേണ്ടത്. അത് മറ്റേ പാവപ്പെട്ടവരാണോ? അല്ല, അതാ പറഞ്ഞ അന്നൊക്കെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ സ്നേഹിക്കുന്ന കുട്ടിക്ക് പലതും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടെയുള്ള പാർട്ട്നേഴ്സ് ആ സമയത്ത് ഉണ്ടായിരുന്ന ക്രൈമിലുണ്ടായിരുന്ന കുറച്ച് പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ പലപ്പോഴും പ്ലാൻ എൻ്റെ ആയിരുന്നു, പിടിക്കപ്പെടാൻ പാടില്ലല്ലോ. അപ്പോൾ പ്ലാൻ ഉണ്ടാക്കി ഒരു ബ്ലൂ പ്രിന്റും പരിപാടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഒരാളെ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കും. നമ്മൾ ആ സ്ഥലത്ത് നമ്മുടെ പ്രസൻസ് ഉണ്ടാവാതിരിക്കുക, ഒരു ക്രൈം നടക്കുമ്പോൾ നമ്മളവിടെ ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മളതിനെ ഔട്ട്സോഴ്സ് ചെയ്യും. തെളിവുകൾ വെക്കരുത്. അൽറ ചില്ലറ അല്ല, നല്ല അത്യാവശ്യം നല്ല മോഷണമൊക്കെ കേരളത്തിന് പുറത്താ പലതും. അപ്പൊ നടാനല്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട് കോളേജ് സമയത്ത്. എപ്പോഴെങ്കിലും ഒരിക്കലും പിടിച്ചിട്ടുണ്ടോ ആരെങ്കിലും? പിടിച്ചിട്ടില്ല, ഒറ്റി കൊടുത്തിട്ടുണ്ട്. കൂടെയുള്ളവന്മാർ തന്നെ പിന്നെ പലപ്പോഴായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് പോയി പറഞ്ഞിട്ടൊക്കെ. പക്ഷേ കോൺസ്പിറസി ഇതൊക്കെ ആയതുകൊണ്ട് ഗൂഢാലോചനയിൽ മാത്രം ഭാഗമുണ്ട് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. കോൺസ്പിറസി എപ്പോഴും തെളിയിക്കാൻ വലിയ പാടാണ്. ബേർഡ് ഓഫ് മൗത്ത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ മാത്രമേ തെളിവുകളൊക്കെ നശിച്ചു പോയി. പിന്നെ എന്നെ പിടിക്കാൻ പറ്റൂല. ഞാൻ ആദ്യം പറഞ്ഞു ഡൗൺ ടു എർത്ത് പേഴ്സൺ ആണെന്ന് കണ്ടോ. മറ്റേ ഓരോ ആ സമയത്ത് ഞാൻ ഇതിന്റെ എക്സ്പേർട്ട് ആയിരുന്നു കള്ളൻ. ഓക്കെ, ഇപ്പൊ നമ്മുടെ സിനിമയുടെ പേര് തന്നെ മറ്റേ പാർട്ട്നേഴ്സ് ഓൺലി ഇൻ ക്രൈം എന്നാണ്. അപ്പൊ ലൈഫിലേക്ക് വരുമ്പോ ഈ പാർട്ട്നേഴ്സ് ഓൺലി ഇൻ ക്രൈം എന്ന് പറയാൻ ആരൊക്കെയാണ് കൂടെ ഉള്ളത്? ഇപ്പോഴും അപ്പോഴും അല്ല. ഇപ്പം എനിക്ക് സ്വാഭാവികമായിട്ടും അങ്ങനെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ജോലി പരിപാടികൾ കാര്യങ്ങൾ, അപ്പോൾ സുഹൃത്തുക്കളെ കാണലും ആൾക്കാരും പഴയ പോലെ ഫ്രണ്ട്സിനുമായിട്ടുള്ള ഒരു സോഷ്യൽ സർക്കിൾ വളരെ കുറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലി തിരക്കും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്നാൽ പോലും പാർട്ട്ണർ വെച്ചാൽ ഞാൻ കാണുന്നത് നിങ്ങളൊക്കെയാണ്. പലപ്പോഴും ഷൂട്ട് കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് പ്രൊമോഷനിൽ വരുന്ന, അപ്പോൾ അവരൊക്കെയാണ് നമ്മുടെ പുതിയ തലമുറയിലുള്ള പുതിയ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്. ഇപ്പം മീഡിയയിലുള്ള ആൾക്കാരും പരിപാടിയൊക്കെ അതിലും ഡെയിലി കാണുന്ന ആൾക്കാരൊന്നുമില്ലല്ലോ. പലപ്പോഴും വരുന്ന സമയത്ത് കാണുന്നതും അവരുമായിട്ടുള്ള സംസാരവും പരിപാടികളൊക്കെ. പക്ഷേ ഈ പറഞ്ഞ പണ്ടൊക്കെ ഉണ്ടായിരുന്ന കുറേ സുഹൃത്തുക്കളുണ്ട്. പക്ഷെ അവരൊക്കെ പല രാജ്യത്തും പല സ്ഥലങ്ങളിലൊക്കെയാണ്. നമ്മൾ ഫോൺ കോളിലും പരിപാടിയിലൊക്കെ സംസാരം മാത്രം വിളിക്കുമ്പോൾ ഓർപ്പിക്കുക ഇവരുടെ പണ്ട് നമ്മൾ ചെയ്ത കഥകളൊക്കെ നീ ഓർക്കുന്നുണ്ട് ഇപ്പോഴെന്ന്. പക്ഷെ ഇപ്പം അങ്ങനെ ഇപ്പം കുറേ വർഷം പണ്ടുണ്ടായിരുന്ന ഒരു സുഹൃത്ത് വലയൊന്നും ഇപ്പോൾ ഇല്ല. നമ്മൾ അവരവരെ ജീവിതത്തിൽ ബിസിയായി കഴിഞ്ഞതിന് ശേഷം പലപ്പോഴും കാണാറുള്ളൂ പലരും. അപ്പം ഇപ്പം തിരക്കായതുകൊണ്ട് തന്നെ അങ്ങനെ ഇപ്പം ചെയ്യുന്നതൊക്കെ പിന്നെ പ്രൊഫഷണലായല്ലോ. ക്രൈമൊന്നും ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. ഈ ലിവ് ഇൻ ദ മൊമെന്റ് എന്ന് പറഞ്ഞ പോലെ. പക്ഷെ എനിക്ക് തോന്നിയത്, അതായത് ഓരോ സെറ്റ് ചെല്ലുമ്പോഴാണല്ലോ കുറെ കൂടെ നമ്മൾ ഫൺ ആവുന്നത്. അത് ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ചേട്ടൻ ഇപ്പൊ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, ഞാനിങ്ങനെ അറിഞ്ഞു വർഷങ്ങൾക്ക് ശേഷം ഒരു ഭയങ്കര ഫൺ സെറ്റായിരുന്നു, അങ്ങനെ ഒരു സെറ്റ് ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ നോക്കുമ്പോഴത്തേന് ഞാൻ അറിഞ്ഞു, അതായത് നമ്മുടെ ഒരു മിന്നൽ 11th ഒരു ഗ്രൂപ്പും മറ്റൊരു ഗ്രൂപ്പും തമ്മിലുള്ളൊരു അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിയെ പറ്റി ഞാനിങ്ങനെ അറിഞ്ഞു. അപ്പൊ അതിന്റെ ക്ലൈമാക്സ് ഞാൻ അറിഞ്ഞിട്ടില്ല, ആര് ജയിച്ചു ആര് തോറ്റു എന്നൊക്കെ. അപ്പൊ ചേട്ടാ അതാരാണ് ജയിച്ചത്? കാരണം ഞാൻ അറിഞ്ഞു മിന്നൽ 11ഉം പിന്നെ ഫാന്റാസ്റ്റിക് 11ഉം തമ്മിലുള്ള വാശിയേറിയ മത്സരം ഉണ്ടായിരുന്നു. ഇല്ലേ? ഒന്ന് ബേസിലിന്റെ ടീം, പിന്നെ ഞാൻ എൻ്റെ ടീം. അങ്ങനെ കളി തുടങ്ങി ഇതായി. ഫസ്റ്റ് ദിവസം ഫസ്റ്റ് കളി കളിച്ചപ്പോഴേക്കും ഞാൻ ഔട്ടാവുന്ന ഒരു തെറി വന്നു. ഞാനായിരുന്നു എൻ്റെ ഞാൻ അത്യാവശ്യം കളിക്കും ബേസിൽ, ഞാൻ അത്യാവശ്യം ബാറ്റ് ചെയ്യും, ബേസിൽ അത്യാവശ്യം ബോൾ ചെയ്യും, നന്നായിട്ട് ബോൾ ചെയ്യും. അപ്പോൾ ഇവൻ ബാക്കിയുള്ളവരൊക്കെ ഔട്ടാക്കുന്നു, പക്ഷെ എന്നെ ഔട്ടാക്കാൻ പറ്റിയില്ല ഇതുവരെ. അങ്ങനെ ഇവൻ്റെ ബോളിൽ ഞാൻ 6 അടിച്ചു. 6 അടിച്ചു വെച്ചാൽ അത് 6 അല്ല എന്നുള്ളതാണ് ഇവരുടെ ഔട്ട്, പുറത്തോട്ട് അടിച്ച ഔട്ട് എന്ന് പറഞ്ഞു നേരിട്ട്. അപ്പോൾ ഇവർ കുറച്ച് റൂൾസ് സെറ്റ് ചെയ്തിരുന്നു. അപ്പം ഞാൻ മനസ്സിലാക്കിയ റൂൾസ് പ്രകാരം അത് 6 ആണ്, അവരുടെ റൂൾസ് പ്രകാരം അത് ഔട്ടാണ്. അപ്പോൾ അന്നത്തെ ദിവസം ഈ അടിൻ്റെ പേരിൽ അന്ന് മരണം ഉടക്കായിട്ട് കളി നിർത്തിവെച്ചു. കളി വേണ്ടെന്ന് വെച്ചു, ബോയ്ക്കോട്ട് ചെയ്തു കളി. അപ്പോൾ ഭയങ്കര അടിയും ബഹളമൊക്കെ ആയതിനു ശേഷം കളി നിർത്തിവെച്ചു.
പിറ്റേ ദിവസം ഈ അങ്ങനെ ഒരു അടി ഒഴിവാക്കാനുള്ളതുകൊണ്ടും പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരു ടീമിലായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ബോളിൽ ഇവൻ ബാറ്റ് ചെയ്തപ്പോൾ എന്നെ റണ്ണൗട്ടായി കളഞ്ഞു ഇവൻ. അങ്ങനെ റണ്ണൗട്ടായി ഡക്ക്. എന്നിട്ടാണെങ്കിൽ എന്നാൽ പിന്നെ ഇവൻ കളിച്ച് ജയിപ്പിക്കണമല്ലോ, എന്തെങ്കിലും ചെയ്യണമല്ലോ. ഇവൻ ഒരു 4ാമത്തെ ബോളിൽ ഇവനും ഔട്ടായി. പക്ഷെ എന്തൊക്കെയോ ഭാഗ്യം കൊണ്ട് കളി ജയിച്ചു. കാരണം ഇവൻ ബോളിങ്ങിൽ ഇവൻ 4 വിക്കറ്റ് എടുത്തു ബേസിൽ. അങ്ങനെ പക്ഷേ സത്യം പറഞ്ഞാൽ ആ കളി ജയിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഔട്ടായതിനു ശേഷവും പുറത്ത് നിന്നിട്ട് ഞാൻ നന്നായി കളിക്കുന്നുണ്ടായിരുന്നു. ഒരു 2 റൺ എടുത്തു കഴിഞ്ഞാൽ ഞാൻ 1 റണ്ണ് കൂട്ടിയിടും, പിന്നെ ഒരു 4 അടിച്ച് കഴിഞ്ഞാൽ 6 ആക്കും. അതായത് അങ്ങനെ ഒരു 10-20 റൺ 10-15 റണ്ണോളം ഞാൻ ടീമിന് വേണ്ടി പുറത്ത് നിന്നിട്ട് വായ കൊണ്ട് മാത്രം കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ എതിർക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഓപ്പോസിറ്റ് ടീം വീക്കായിരുന്നു, സംസാരിക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ടും അങ്ങനെ വലിയൊരു മാർജിനിൽ ആ കളി ഞങ്ങൾ ജയിച്ചു. അപ്പൊ അവര് പറയാൻ സത്യമായിരിക്കും. അതെന്തെന്നറിയോ, ഞാൻ കണ്ടു ഇതിന്റെ വീഡിയോ. അജുചേട്ടനൊക്കെ മറ്റേ കഷ്ടപ്പെട്ടാണ് അവർ തർക്കിക്കുന്നത്. ആ വീഡിയോ ഞാൻ മറ്റേ നമ്മുടെ പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടി ഞാൻ ഒന്ന് കാണിക്കാം. പിന്നെ തീർച്ചയായിട്ടും. അപ്പോൾ അവര് അജുചേട്ടനൊക്കെ ഇങ്ങനെ കിടന്ന് തർക്കിക്കുകയാണ്. ഇതാണ് ഔട്ടായതിന്റെ പ്രശ്നം. കാരണം ഞാൻ വിട്ടുകൊടുത്തില്ല, അതാണ് സംഭവം. അന്ന് സത്യം പറഞ്ഞ ആര് ജയിച്ചു തർക്കത്തിൽ ആരും ജയിച്ചില്ല. ജയം തർക്കത്തിൽ നമ്മൾ വിട്ടുകൊടുക്കുന്നില്ലല്ലോ. അവരും വിട്ടു തന്നില്ല, ഞങ്ങളും വിട്ടുകൊടുത്തില്ല. അങ്ങനെ അത് അപ്പോഴേക്കും എന്തോ ഷോർട്ട് റെഡി എന്ന് പറഞ്ഞപ്പോൾ വിളിച്ചോണ്ട് പോയി. ഇതേപോലെ തന്നെ ഞാൻ എൻ്റെ പേഴ്സണൽ ഒരു ഹാപ്പിനെസ് ആണ്. അതായത് നിങ്ങൾ ഈ വർഷങ്ങൾക്ക് സെറ്റിലൊക്കെ എന്നും നൈറ്റൊക്കെ എന്തെങ്കിലുമൊക്കെ പരിപാടീസൊക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കര എൻഗേജ്ഡ് ആയിരിക്കും. അങ്ങനെ ഒരു ദിവസം ഒരു ഷോർട്ട് ഫിലിം ചേട്ടനെടുത്ത് എല്ലാവരെയും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഡിങ്കോൾഫി എന്ന് പറയുന്നത് നമ്മുടെ ജയറാമേട്ടൻ്റെ ഒരു ഷോർട്ട് ഫിലിം. അന്ന് പ്രണവ് ചേട്ടനും എല്ലാവരും ഇരുന്ന് കണ്ടൊരു ഷോർട്ട് ഫിലിം, ഓട്ടോയിലൊക്കെ പോകുന്നത് ഓർക്കുന്നുണ്ടോ? ജയറാമേട്ടൻ അഭിനയിച്ചൊരു. അപ്പൊ അതെല്ലാരെയും കാണിച്ച ആ ഒരു വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായത്. അതും നൈറ്റ് എല്ലാവരും ഇട്ടിരുന്നുള്ളൊരു, അത് കാണത്തില്ല, എല്ലാവരും ഇരുന്ന് കാണുന്നൊരു വീഡിയോ ആണ്. ആക്ച്വലി അത് ഞാനാണ് ചെയ്തത്. ജയറാമേട്ടൻ്റെ കൂടെ ചെയ്തേക്കുന്നത് ഞാനാണ് അഭിനയിച്ചേക്കുന്നത്. അപ്പൊ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിയായി. കാരണം ചേട്ടനൊക്കെ അത് ഇപ്പോഴും റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നീ ഉള്ളത് കൊണ്ടല്ല, നിന്നെ ഞാൻ റെക്കഗ്നൈസ് പോലും ചെയ്തിട്ടില്ല. ഇപ്പൊ നീ പറഞ്ഞപ്പോഴാണ് ഞാൻ സത്യമായിട്ട് ആ വീഡിയോ കാരണം വെച്ച് കഴിഞ്ഞാൽ എന്റെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആണ് അജ്മലും ജയറാമും. പക്ഷെ അതിന്റെ ഡയറക്ടർ അവൻ എന്റെ കൂടെ, ഞാൻ അവനെ കൈ പിടിച്ച് സിനിമയിൽ കൊണ്ടുവന്നത്. അജ്മലാണ് പ്രേമലുവിന്റെ ഒക്കെ DOP. അജ്മൽ ലവ് ആക്ഷൻ അസിസ്റ്റന്റ് ആയിരുന്നു, ജയറാം ലവ് ആക്ഷൻ അസിസ്റ്റന്റ് ആയിരുന്നു. അപ്പം ജയറാം അജ്മലും എനിക്ക് വേണ്ടപ്പെട്ട എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 2 പിള്ളേരാണ്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ബോയ്സിൻ്റെ പരിപാടിയാകുമ്പോൾ ഞാനത് കാണിച്ചത്. സത്യം പറഞ്ഞ നീ പറഞ്ഞപ്പോൾ നീയാണ് എനിക്ക് ഇപ്പോഴാണ് ഞാൻ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അല്ല എനിക്കറിയാം, ഞാൻ എന്നെ റെക്കഗ്നൈസ് എന്നല്ല പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ചത് ആ വീഡിയോ കണ്ടൂല, അപ്പം എന്നെ കൂടെ കണ്ണിൽ കാണുന്നേ, അപ്പൊ എൻ്റെ സന്തോഷം. അതല്ല ഞാൻ ഇപ്പം അറ്റ്ലീസ്റ്റ് നീ അത് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർത്തത്. എന്നിട്ട് അത് കണ്ടിട്ട് എന്ത് നല്ല വീഡിയോ ആയിരുന്നു. എന്തിനൊരു കോംപ്ലിമെന്റ് പറയുന്നത് ചേട്ടാ. നല്ലതല്ലേ നമ്മള് വേറെ കാണിച്ചു. എന്ന് വെച്ചാൽ അത് അതിന്റെ ക്രിയേറ്റർ ബേസിക്കലി നിനക്കൊന്നും ചെയ്യാനില്ലായിരുന്നല്ലോ, നീ വെറുതെ ഇവിടെ ഓട്ടോയിൽ ഇരിക്കുകയായിരുന്നല്ലോ. അപ്പൊ ഞാൻ എന്താ പറയാ, ഒരാവശ്യമില്ലാതെ വേറെ സീനൊക്കെ ഉണ്ടായിരുന്നു. അത് ആകെ അവളിങ്ങനെ ഓട്ടോയിൽ ഇങ്ങനെ മാത്രം മതി. അത് ശാന്തമായിരുന്നു. അപ്പൊ അത് അതിന്റെ ഒരു കണ്ടന്റിന്റെ ഒരു ഇത് കൊണ്ടാണ് നമ്മളതിന് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത്. പിന്നെ അത് ചെയ്തത് നമ്മുടെ പിള്ളേരും കൂടെ ആകുമ്പോ നമുക്കൊരു ഇതുണ്ടാവുമല്ലോ. നിനക്കതിലൊന്നും ചെയ്യാനില്ല, സത്യമല്ലേ, ഒന്നും ചെയ്യാനില്ലായിരുന്നല്ലോ, വെറുതെ ഇരുന്നാ പോലെ. ഒരു സീനായിട്ട് ഒരു ഡയലോഗോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിനക്കൊന്നും ചെയ്യാനുണ്ടായിരുന്നിട്ടുണ്ടായിരുന്നു ഞാൻ ചിലപ്പോ ഗംഭീരായാലും ഞാൻ പറഞ്ഞേ. പക്ഷെ ഒന്നും ചെയ്യാനില്ലായിരുന്നു, ചെയ്തില്ല എന്നല്ല ഞാൻ പറയണേ, ഒന്നും ചെയ്യാനില്ലായിരുന്നു, വെറുതെ ഇരിക്കാനല്ലായിരുന്നു. പക്ഷെ അതുപോലെ നീ ഭംഗിയായിട്ട് ചെയ്തു. ഇതൊരിക്കലും ഞാൻ മറക്കത്തില്ല, ഇനി മേലെ ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്രിസിയേഷൻ ആയിട്ട് തന്നെ ഇതിന്റെ പരിപാടിയുടെ ഒരു ഭാഗമാണെന്ന് പറയുന്നതാണല്ലോ ഏറ്റവും വലിയ കാര്യം അല്ലേ. അതല്ലേ സന്തോഷം ഉണ്ടായത്, ആ ഭാഗമായത് ചേട്ടൻ ഷെയർ ചെയ്ത് കാണിച്ചെന്ന് പറഞ്ഞതല്ലേ. കുട്ടി ചോദിച്ചോ ഞാൻ പിന്നെ പറയണ വേണ്ട എനിക്ക് സന്തോഷമായി. ചേച്ചി ഇങ്ങനെ തന്നെയാണോ ലൊക്കേഷനിലും
ലൊക്കേഷൻ അദ്ദേഹം ഞാൻ ഇതും സത്യം നിനക്ക് സിറ്റുവേഷൻ വൈസ് അദ്ദേഹം ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്രീഷിയേറ്റ് എനിക്ക് മതി സന്തോഷം, എനിക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ മതി സന്തോഷമായി ചേട്ടാ. അങ്ങനെയാണ് വളരെ തുറന്ന് സംസാരിക്കുന്ന വ്യക്തികൾ ഇങ്ങനെ ലൊക്കേഷനിൽ ഇങ്ങനെയാണ് ചേട്ടൻ, അതോ ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ? അല്ല സിറ്റുവേഷൻ വൈസ് അല്ലേ, എന്ത് സാഹചര്യമായിട്ട് നമ്മൾ ഏത് സബ്ജക്റ്റ് ആണ് വരുന്നത് അദ്ദേഹം ആ വഴിക്ക് അങ്ങ് പൊക്കോളും. അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് വളരെ ജെന്യൂൻ ആയിട്ടോ. അതെ, genuine ആണ്. ചെയ്യാനില്ലാത്തത് കൊണ്ട് നീ ഒന്നും ചെയ്തില്ല, എന്തെങ്കിലും ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ എന്റെ പൊന്നിതേൻ ചേട്ടാ, ഞാനൊന്നും ചോദിച്ചില്ല. എന്റെ അവർക്ക് ചേട്ടൻ കണ്ടിട്ടുമില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് പിന്നെ എനിക്ക് മറന്നുപോയല്ലോ. നന്നായി സംസാരിക്കുന്ന നിനക്കൊരു ഡയലോഗ് പോലും തന്നില്ല. ബിക്കോസ് അവർക്ക് മനസ്സിലായില്ല, തിരിച്ചറിഞ്ഞില്ല അവരാ കഴിവ് അല്ലേ. അയ്യോ, അതിലധികം ഡിമാൻഡ് ചെയ്യുന്നില്ല. അത് അതിന് ഡിമാൻഡ് ചെയ്യുന്നുള്ളത് അതുകൊണ്ടാണ്. അതിനുശേഷം അത് കണ്ടിട്ട് നിനക്ക് പിന്നെ വർക്കുകൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ആരും വിളിക്കുകയൊക്കെ ചെയ്തോ? പിന്നെ എന്ത് ചോദ്യം അതാണ് ചേട്ടാ. ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ അപ്പോ തീർച്ചയായിട്ടും നിനക്ക് ഒരു പ്രശ്നം ഉണ്ടായി, അത് കഴിഞ്ഞ് ഫുൾ കൊറോണ ആയിപ്പോയി. അടുത്തടി അതുകൊണ്ട് പിന്നെ ചെയ്യാൻ പറ്റില്ല. പിന്നെ 2 വർഷത്തിന് കൊറോണ ആയിട്ട് വീട്ടിൽ ഇരിക്കുവായിരുന്നു. ഓഹോ, അല്ല അപ്പൊ നമ്മളെല്ലാരും വീട്ടിലിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. അത് കൊറോണ കഴിഞ്ഞതിന് ശേഷവും പിന്നെ വർക്കൊക്കെ ചെയ്യാറുണ്ട്. ഇവിടെ വരെ എത്തിയില്ലേ, നമ്മളത് ചർച്ച ചെയ്യാൻ ഈ ഒരു ലെവലിലേക്ക് എത്തി. ഓക്കെ, അപ്പൊ ചേട്ടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ചേട്ടൻ ഓൾറെഡി പ്രൊഡ്യൂസറാണ്, ആക്ടറാണ്. പക്ഷെ ഒരൊറ്റ പടം മാത്രം ചെയ്തു, നമ്മൾ സാജൻ ബേക്കർ എന്നുള്ള പടം. പിന്നെന്താ ഒരു പ്രൊഡക്ഷനിലേക്ക് കടക്കേണ്ടത്? കടക്കാനല്ല, നമ്മള് ഹൃദയം ഫണ്ടാസ്റ്റിക്കിന്റെ പാർട്ട്ണറാണ് വിശാഖ്. വിശാഖ് സ്വന്തമായിട്ട് വിശാഖ് മെരിലാൻഡ് ലോഞ്ച് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് വിശാഖ് ഹൃദയം ചെയ്യാൻ വേണ്ടി പോയപ്പോൾ, കാരണം ഫണ്ടാസ്റ്റിക്കിന്റെ മെയിൻ പാർട്ട്ണർ വിശാഖാണ്. വിശാഖിനെ റീലോഞ്ച് ചെയ്യണമെന്നുണ്ടായിരുന്നു മെരിലാൻഡ്. അങ്ങനെ ഹൃദയം വന്നപ്പോൾ അവൻ ഹൃദയം ചെയ്തു. അപ്പോൾ ഹൃദയം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് കൊറോണ സമയത്ത് വന്ന് 50% ഓക്യുപ്പൻസിയിലൊക്കെയാണ് ഹൃദയം റിലീസായത്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്ക് ഒരു സിനിമയും കൂടെ മെരിലാൻഡിന്റെ ബാനറിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വർഷങ്ങൾക്ക് ശേഷം ചെയ്തു. അപ്പം ബേസിക്കലി നമ്മുടെ തന്നെ കമ്പനിയിൽ നമ്മുടെ തന്നെ പാർട്ട്ണറായ, കാരണം ഈ വർഷങ്ങൾ സാജൻ ബേക്കറി ആയിക്കോട്ടെ ലവ് ആക്ഷൻ ആയിക്കോട്ടെ, അത് പ്രൊഡക്ഷൻ മൊത്തം നോക്കുന്നത് വിശാഖാണ്. നമ്മളതിൻ്റെ പാർട്ട്നേഴ്സ് ആണെന്നുള്ളതല്ലാതെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് വിശാഖ. അപ്പോൾ വിശാഖ് മെരിലാൻഡ് തുടങ്ങിയപ്പോഴേക്കും ലോഞ്ച് ചെയ്തപ്പോഴേക്കും നമ്മൾ സ്വാഭാവികമായിട്ടും തൽക്കാലം അത് ഫണ്ടാസ്റ്റിക് അവിടെ നിൽക്കട്ടെ, മെരിലാൻഡ് മുന്നോട്ട് പോട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ ഇതായിരുന്നു. ഉടനെ ഇനിയും ഫാന്റാസ്റ്റിക്കിന്റെ രണ്ടറിൽ പടങ്ങളൊക്കെ വരും. ഡെഫിനറ്റ്ലി നമ്മൾ അടുത്ത വർഷം ലൈനപ്പിൽ ഇങ്ങനെ ചെറിയ ചെറിയ പരിപാടികൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്നെ കൂടെ ഒന്ന് പരിഗണിക്കണം കേട്ടോ, എന്നെ കൂടെ കേട്ടോ കേട്ടോ. അതെ 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 അതെ, മനസ്സ് കാണാതെ പോയത് ഗ്യാപ്പിൽ എന്താ ഓർമ്മിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് ഓർത്തില്ലേ? അത്രേ ഉള്ളു കാര്യം, അത്രേ ഉള്ളു. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കണം, കുട്ടി ബോഡി മുമ്പേ പറഞ്ഞ ബോഡി ബിൽഡർ ആണ്, മറ്റേ മോഡലാണ്, ഫിസിക് മോഡലാണ്, ഡാൻസർ കൂടിയാണ്. ആ ഡാൻസ് ഒക്കെ ചെയ്യും, ഡാൻസർ മറ്റേ പ്രൊഫഷണൽ പ്രോ ഡാൻസർ ഡാൻസ് ചെയ്യും, ഡാൻസ് കളിക്കും. അപ്പൊ പിന്നെ ചാൻസ് കൊടുക്കാലോ. അഭിനയിക്കും. ഞാൻ അതൊന്നും ചെയ്തില്ല, മറ്റേ ഫിസിക് മോഡൽ ഒന്നും അല്ല. ആക്ട് ചെയ്യില്ലേ? ആക്ട് ചെയ്യില്ലേ? ചെയ്തല്ലേ ഇപ്പം? രണ്ടാളും കൂടെ ഒരു സിനിമയിൽ അഭിനയിക്കും. എന്നിട്ട് ആ സിനിമ ഞാൻ തിയേറ്ററിൽ പോയിട്ട് കാണാം. അതായിരിക്കും നല്ലത്. കണ്ടോ, പരിഗണിക്കില്ലെന്നുള്ളതിന്റെ നിങ്ങൾക്ക് രണ്ടാക്കും നല്ലൊരു ഭാവിയാണെന്ന് എന്തിനുള്ള ഭാവി കേട്ടോ? ആക്ടിങ്ങിലാണ്, ആക്ടിങ്ങിലും ഈ വാചകടിയിലും എല്ലാത്തിലും. അതെ അതെ അതെ. ഞാനൊക്കെ സംസാരിച്ചിട്ടില്ലേ പിടിച്ചു നിൽക്കുന്നത് തന്നെ. പിന്നെ പിടിച്ചിരിക്കുന്നുണ്ട്, അവള് കറക്റ്റ് കട്ടൊക്കെ പിടിച്ചിരിക്കുന്നത്. നീ നന്നായി അഭിനയം കൂടെ ശരിയായാൽ മതി. ആരുടെയാണോ? അത് ആരുടെ? എന്റെ ആണോ? പൊതുവായിട്ട് എല്ലാവരും എല്ലാരും ഇമ്പ്രൂവ് ചെയ്തോണ്ടിരിക്കും. അതെ അതെ. ചേച്ചിയുടെ ക്യാരക്ടർ എന്താണ് ഈ ഒരു സിനിമയിൽ? അതല്ലേ ഇപ്പൊ കുറച്ച് അല്ല അങ്ങനല്ല, കുറച്ചും കൂടി അല്ല, ഞാൻ പറഞ്ഞായിരുന്നു, ഒറ്റ പോയിന്റ് പറഞ്ഞായിരുന്നു, ഒരു പോയിന്റ്. ഇതൊരു അമ്മ വേഷമാണ്. ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ ഒരു കുട്ടിയുടെ അമ്മയായിട്ട് അഭിനയിക്കുകയാണ്. അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. കാരണം നമ്മൾ ഈവൻ ഞാനൊരു പേഴ്സണായിട്ട് പോലും ഞാനങ്ങനെ ഇപ്പം നമ്മൾ ചെറിയ പ്രായത്തിലേ ഇപ്പോൾ ഞാനൊക്കെ കണ്ടിട്ടുണ്ട്, ഞാൻ പഠിക്കുന്ന 8th 9th നമ്മുടെ ടീച്ചേഴ്സൊക്കെ പിള്ളേരെ കൊണ്ടുവരും ക്ലാസ്സിൽ. അപ്പോൾ ഈ പെൺപിള്ളേർക്ക് ഒരു ടെൻഡൻസി ഉണ്ട്, വന്നേ വന്നേ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണ്. പക്ഷെ ഞാൻ ആ ഭാഗത്തേക്ക് പോകില്ല. കാര്യം എനിക്കങ്ങനെ കുട്ടികളെ കാണുമ്പോൾ അങ്ങനെ ഒരു അട്രാക്ട് ചെയ്യുന്ന കുട്ടികളെ കാണും, സംസാരിക്കുക, അതും ഓക്കെ. അല്ലാതെ ഈ ഭാവിയിൽ നമുക്ക് കുട്ടികളെ കാണും അങ്ങനത്തെ ഒന്നും ഒരു മൈൻഡില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാരക്ടർ അങ്ങനെ തന്നെയാണോ എന്ന് ഇപ്പോഴും എനിക്ക് ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. അതെനിക്കറിയില്ല, ചിലപ്പോൾ നമുക്കൊരു സമയത്ത് ഓരോരുത്തർക്കൊരു മെൻറ്റാലിറ്റി അല്ലേ അത്. പക്ഷേ ഞാൻ ഇതുപോലെ MC ഒക്കെ ചെയ്യും കേട്ടോ, നമ്മൾ സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യും. പക്ഷേ ഞാൻ ആ സമയത്ത് കുട്ടികളൊക്കെ കയ്യിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഷോസൊക്കെ കഴിഞ്ഞാൽ കുട്ടികളായിട്ട് ഭയങ്കര മിംഗ്ലിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഈ ക്യാരക്ടറൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര ക്ലോസ് ആയിട്ട് ചെറിയൊരു കുട്ടിയുടെ അമ്മയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു മാനറിസംസ് ബോഡി ലാംഗ്വേജ് ഒക്കെ വരണമല്ലോ. പക്ഷെ അതെനിക്ക്
സിനിമ കാണുമ്പോൾ അറിയാം വന്നില്ല എന്നുള്ള കാര്യം. പക്ഷെ അതൊരു പുതിയൊരു എന്താ പറയുക, ഒരു ഫ്രഷ് ഫീലായിരുന്നു എനിക്കെന്ന് പറഞ്ഞാൽ. സാധാരണ ചിലർക്കൊരു മടി ഉണ്ടാവുമല്ലോ, അമ്മയായി കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്താ പറയുക, ഇനി ഇതുപോലത്തുള്ളത് വരുമെന്ന്, അങ്ങനെയൊന്നുമില്ല. നമ്മളെല്ലാം ഒരു ആസനായിട്ട് നമ്മളെല്ലാം ട്രൈ ചെയ്യണം അല്ലേ. ഓക്കെ. അപ്പൊ ചേട്ടൻ്റെ ഈ 9mm എന്നുള്ളൊരു പടം വരുവാണ്, സ്ക്രീൻ പ്ലേ ഉള്ളത്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ എന്താണ്? അങ്ങനെ കുറേ പടങ്ങളുണ്ടല്ലോ. അല്ലേ, മറ്റേ സ്ക്രീൻ പ്ലേ ചെയ്യുന്ന പടം? അതെ, അത് കുറേ മുന്നേ നമ്മൾ അനൗൺസ് ചെയ്തതാ. അത് മഞ്ചേച്ചിയാണ് അന്ന് നമ്മൾ വിചാരിച്ചത്, നമ്മൾ അനൗൺസ് ചെയ്തതാ. പിന്നെ അത് നമ്മൾ വലിയ സിനിമ ആയതുകൊണ്ടും നമ്മൾ തമിഴ് മലയാളം എന്നുള്ള രീതിയിൽ ബൈലിംഗ്വലായിട്ടൊക്കെ ചിന്തിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വലിപ്പം വലുതായതുകൊണ്ടും പിന്നെ ഇപ്പോൾ ഉള്ള എൻ്റെ കമ്മിറ്റ്മെൻറ്റ്സ്, ചേച്ചിയുടെ അതൊക്കെ ഒന്ന് തിരക്കൊഴിയാതെ അങ്ങനൊരു സിനിമ നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് നമ്മളത് പുഷ് ചെയ്ത് വെച്ചതാണ്. കാരണം എല്ലാവരും ഒരുമിച്ച് വരുന്നൊരു സമയത്ത് അത് തുടങ്ങാമെന്നുള്ള രീതിയിലൊക്കെ. ഈ ഓടും കുതിര ചാടും കുതിരയുടെ വിശേഷങ്ങളുണ്ട്. കാരണം അൽത്താഫേട്ടൻ രണ്ടാമതായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്ന വർക്കാണ്. അപ്പം ഞാൻ ഈ അൽത്താഫേട്ടൻ്റെ കാര്യം ഒരു പ്രാവശ്യം ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ട്. അൽത്താഫ് ചേട്ടനോട് ഒന്നും ചോദിച്ചാൽ അധികം വിട്ടു പറയത്തില്ല. മറ്റേ വേറൊരാൾ സംസാരിക്കുകയാണെങ്കിൽ അൽത്താഫ് ചേട്ടൻ്റെ മറ്റേ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഇങ്ങനെ ഒറ്റ ഇരിപ്പാണ്, പിന്നെ ഒന്നും മിണ്ടത്തില്ല. അപ്പം ചേട്ടന് കൂടെ ഉള്ളൊരു വർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ജോയിൻ ചെയ്തിട്ടില്ല. കാരണം എൻ്റെ ഇപ്പം അൽത്താഫിൻ്റെ സ്കെഡ്യൂൾ തുടങ്ങി, എൻ്റെ സ്കെഡ്യൂൾ വെച്ചിട്ടാണ് തുടങ്ങേണ്ടിയിരുന്നത് ഏപ്രിലിൽ. അപ്പം അന്ന് ചെന്നൈയിലായിരുന്നു, ചെന്നൈ പോർഷൻ. അപ്പം ഇലക്ഷൻ വന്ന സമയമായതുകൊണ്ട് ആ സ്കെഡ്യൂൾ കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരാൻ, ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ട് അൽത്താഫ് വിചാരിച്ച ലൊക്കേഷൻസ് ഒന്നും അന്ന് കിട്ടാതെ പോയതുകൊണ്ട് അവർ നേരെ കേരള സ്കെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തു. അത് മിക്കവാറും ഓഗസ്റ്റിലായിരിക്കും എൻ്റെ സ്കെഡ്യൂൾ ചെന്നൈ ജോയിൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ വിക്കിപീഡിയയിൽ നിന്നാണല്ലോ ഇങ്ങനെ എടുക്കുന്നത്. ഈ വിക്കിപീഡിയയിൽ ധ്യാൻ ചേട്ടൻ്റെ പ്രൊഫൈൽ എടുത്തിട്ട് മറ്റേ ഫിലിമോഗ്രഫി അടിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ നിരനിരയായിട്ട് കുറേ പടങ്ങൾ ഇനി റിലീസിന് 2023 എടുക്കുവാണെങ്കിൽ അതിൽ കുറയാണ്, 2024 എടുക്കുവാണെങ്കിൽ അതിൽ കുറയാണ്. കുറവാണ്. ഇനിയും വരാനുണ്ട്. 2025 കിടക്കല്ലേ. കാരണം അങ്ങനെയാണ് അവർ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ എത്ര വർഷത്തേക്ക് ഏട്ടൻ കൊടുത്തിട്ടുണ്ടോ ഡേറ്റ്? എത്ര വർഷം വരെ കറന്റ്ലി? 2 വർഷം. 2 വർഷം അല്ലേ? 2026. അപ്പൊ ഇനി അതിനകത്ത് ആഡ് ചെയ്യാനുണ്ട്. എനിക്ക് തോന്നുന്നു വിക്കിപീഡിയക്കാർക്ക് ഏറ്റവും കൂടുതൽ ഡെയിലി ആഡ് ചെയ്യേണ്ടത് ധ്യാൻ ചേട്ടന്റെ വിക്കിപീഡിയ തന്നെ ആയിരിക്കും. പ്രൊഫൈൽ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ കുറെ പടങ്ങൾ അല്ലേ? അല്ല, അതൊരു ഭാഗ്യം, ഒരു ടൈമിംഗ് അല്ലേ? തീർച്ചയായിട്ടും അല്ലേ? ജീവിക്കണ്ടേ, സിംപ്ലിസിറ്റി. ചേട്ടാ, ഒരു ജീവിച്ചു പോകണ്ടേ ചോദിച്ചതിന് ഒരു അടിസ്ഥാനത്തിൽ ചോദിക്കണം. എന്തായാലും ഇത് ബാങ്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊരു സിനിമയാണ്. എത്ര ബാങ്ക് അക്കൗണ്ട് ഉണ്ട് നിലവിൽ? എനിക്ക് ഒറ്റ അക്കൗണ്ടേ ഉള്ളൂ. സത്യമായിട്ട് കുറെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവേണ്ട കാര്യമില്ല. ബാങ്കിൽ ബാലൻസ് ഉണ്ടാവും. ഇത്രയും പടം ചെയ്തിട്ടോ? തീരെ ഇല്ല ബാലൻസ്. അല്ല, ഒരു ബാങ്കിൽ അത്യാവശ്യം ബാലൻസ് ഉണ്ട്. ഒരു ബാങ്കിൽ അപ്പം വേറെ അക്കൗണ്ടുകൾ ഉണ്ടല്ലേ? ഒറ്റ ബാങ്ക് തന്നെ ചെറിയ ബാലൻസ് ഉള്ള ഒരു അക്കൗണ്ട്, അത് 0 ബാലൻസ് അക്കൗണ്ട്. എത്ര വേണമെങ്കിലും അക്കൗണ്ടൊക്കെ പോയിട്ട് അത് എന്റെ പേരിൽ ഒരു അക്കൗണ്ടും ബാക്കി വെച്ച് ഞാൻ വേറെ വേറെ അതൊന്നും ഇവിടെ ഇല്ല, പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മള് എപ്പോഴും പൈസക്ക് ആവശ്യമാണ്. മെയിൻ ആയിട്ട് ചേട്ടൻ പൈസ ചെലവാക്കുന്നത് എന്തൊക്കെ കാര്യത്തിന്? ഞാൻ ഒന്നും അങ്ങനെ ഞാൻ ചെലവാക്കാറ്, ഞാൻ കൂട്ടി ഇങ്ങനെ വെക്കും. അതെന്താ, ഒന്നും ചെലവാക്കത്തില്ലേ? വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ? പെട്ടെന്ന് ഇപ്പൊ ഒന്ന് വാങ്ങണം, എന്തെങ്കിലും വേണ്ട, ആവശ്യമുള്ള കാര്യം? സത്യമായിട്ടൊന്നുമില്ല. ഒരു സാധനം വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് അങ്ങനെയാണ്. ഞാൻ ഇവിടെ ഒരു വാച്ചും കൂളിംഗ് ഗ്ലാസും അവിടെ തിരിഞ്ഞു നോക്കും. അതുപോലെ അങ്ങനെയൊക്കെ അവര് വേറെ 2-3 കോസ്റ്റ്യൂമായിട്ടാ വന്നത്. രാവിലെ ഉച്ചയ്ക്ക് നെറ്റ് വെറുത്തുണ്ട് കണ്ണാടി. ശരിയായിട്ടാണ്, ചെരുപ്പ് രാവിലെ ഇട്ട ചെരുപ്പ് എല്ലാം കോസ്റ്റ്യൂമിനകത്ത് നന്നതാണ്. പക്ഷെ ധ്യാൻചാനെ കണ്ടാൽ മതി ആൾക്കാർക്ക്, അതാന്ന് തോന്നുന്നത്. എങ്ങനെ വന്നിരുന്നാലും പുറത്ത് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും എന്നെ ഏതെങ്കിലും സിനിമയുടെ കോസ്റ്റ്യൂമിലല്ലാതെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പം ഡ്രസ്സ് വാങ്ങിക്കുന്നില്ല. നമ്മൾ വാച്ച് അങ്ങനത്തെ സാധനങ്ങളും ഇതൊന്നും ഗ്ലാസ്സൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല, വാച്ച് ഉപയോഗിക്കാറില്ല. കഴിഞ്ഞ എനിക്ക് തോന്നുന്നു മറ്റേ എൽഫിനോ മറ്റേ ക്രോണോഗ്രാഫി, മറ്റേ വാച്ച് ചെയ്യുന്ന ക്രോണോഗ്രാഫി, പുള്ളിയുടെ ഒരു പേജ് ഉണ്ട്. അപ്പം ഞാൻ നദികളിൽ സുന്ദരി യമുനയിൽ ഒരു വാച്ച് ഇട്ടിരുന്നു, കാസിയോടെ പഴയ മറ്റേ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഇത്. പുള്ളി ഒരു വീഡിയോ ചെയ്തിരിക്കുക. അപ്പോൾ വീഡിയോൻ്റെ ഇതിനൊക്കെ കഴിഞ്ഞ വീഡിയോൻ്റെ അവസാനം കഴിഞ്ഞു, ഈ വാച്ചിൻ്റെ വില 1200. പുള്ളിയുടെ ആ ഇത്രയും വീഡിയോകളിൽ ഏറ്റവും 1000, അത് പുള്ളി പറയുമ്പോൾ തന്നെ പുള്ളിക്കൊരു പുള്ളി ഹെവി ബിൽഡപ്പിൽ അത് പറഞ്ഞത് 1250 രൂപ. ഞാൻ കറക്റ്റ് അത് ഞാൻ ആ സിനിമക്കകത്ത് അത് വാച്ചിടാനുള്ള ഒരു ആഗ്രഹം കൊണ്ടല്ല, നമ്മൾ
ചില ആ പടത്തിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു വാച്ച്. അപ്പോൾ ആ പടത്തിൻ്റെ പ്രൊമോഷൻ വന്നപ്പോൾ അത് കയ്യിലുണ്ടായിരുന്ന സമയത്ത് ജസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ആ വീട്ടിൽ നിന്ന് എടുത്തിട്ട് അന്നൊക്കെയാണ് ഇടക്ക് വാച്ചൊക്കെ ഇടുന്നത്. പിന്നെ വർഷം വെക്കേഷൻ സമയത്ത് വന്നപ്പോൾ അത് കണ്ടപ്പോൾ ജസ്റ്റ് വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ഒരു വാച്ച് ഇട്ടു. അല്ലാതെ അങ്ങനത്തെ മെറ്റീരിയലിസ്റ്റിക് അല്ലെങ്കിൽ അങ്ങനത്തെ മെറ്റീരിയൽസിനോട് എനിക്ക് വലിയ ഒരു ഭ്രമം ഇല്ല. അപ്പൊ ലൈഫിൽ ചെലവാക്കാൻ പ്രത്യേകിച്ച് എല്ലാ ദിവസവും ഷൂട്ടിംഗ് ലൊക്കേഷൻ, പ്രൊഡക്ഷന്റെ ഭക്ഷണം, താമസം അവർ തരും, സൗകര്യം. അപ്പൊ ബേസിക്കലി പറഞ്ഞു വരുമ്പോ ആകെ കിട്ടുന്ന സമയം ഉറങ്ങുമായിരിക്കും അല്ലേ? നമ്മള് ജോലി ചെയ്യുന്നത് നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മള് ചുരുക്കൂട്ടി വെക്കുക. നാളെ എന്താ കാലത്ത് എന്തെങ്ങനെ അവസ്ഥ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഉള്ള സമയത്ത് നമ്മളതൊക്കെ കൈപത്ത് കാലത്ത് അല്ലേ? ഈ അപ്പൊ ലൈഫിലെ ഭയങ്കരമായിട്ട് എനിക്ക് വേണമെന്നൊരു കാര്യമാണ്. അതെന്താ ചോദിക്കാൻ കാരണം അറിയാം, ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നിട്ടേ ചേട്ടൻ എന്തെന്നൊക്കെ ഇങ്ങനെ ഇവിടെ ചേട്ടനോടൊക്കെ കൂടെ ഉള്ള മറ്റേ ട്രെയിനിങ് ചെയ്യുന്ന ചേട്ടനോടൊക്കെ ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ചേട്ടനിപ്പോൾ വരും, ചേട്ടന് മറ്റേ കുഴപ്പമൊന്നുമില്ല, ഫുഡൊക്കെ കൊടുത്തിട്ടാണ് വന്നേക്കുന്നത്, കുഴപ്പമൊന്നുമില്ല, ഇനി എത്ര നേരം വേണമെങ്കിലും ഇരുന്നോളൂ അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ ആ ഫുഡും സമയത്തിന് ഫുഡും സംഭവങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ ഒരു കുഴപ്പമില്ലല്ലേ? അങ്ങനെ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഫുഡ് അങ്ങനെയൊന്നുമില്ല, എല്ലാം കഴിക്കുമല്ലേ? എന്നാലും ഏറ്റവും ഇഷ്ടമുള്ള എപ്പോഴും കിട്ടിയാൽ കഴിക്കാം. എപ്പോൾ കിട്ടിയാലും ബിരിയാണി എപ്പോൾ കിട്ടിയാലും കഴിക്കും. അത് കണ്ടോ, അങ്ങനത്തെ ചോറും എല്ലാ ദിവസവും 10 മണിക്ക് ബിരിയാണി കഴിക്കും. മിക്ക ദിവസവും ലൊക്കേഷനിലാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്. അപ്പോൾ അതിന് മുന്നേ വീട്ടിലായിരുന്നു, വെറുതെ ഇരിക്കുകയായിരുന്നു. അതിനുശേഷം ലൊക്കേഷനിലായതിനു ശേഷം നമ്മൾ പ്രൊഡക്ഷൻ്റെ ഭക്ഷണം, അവിടെ താമസം. അപ്പോൾ നമുക്ക് വലിയ ചോയ്സുകളൊന്നുമില്ല. അവിടെ അത്യാവശ്യം ഫുഡ് നല്ല ഫുഡാണ്, പ്രൊഡക്ഷൻ തിരക്കില്ലാത്ത ഫുഡാണ്. അത് കഴിച്ച് ശീലിച്ച് നമ്മൾ അപ്പം നമുക്ക് വലിയ ഡിമാൻഡ്സ് ഒന്നും ഇല്ല. നമ്മൾ അവർ തരുന്ന റൂം, അപ്പം നമുക്ക് ചിലവുമില്ല. അതുകൊണ്ട് തന്നെ പിന്നെ യാത്ര ചെയ്യേണ്ടി വരുന്നില്ല. കാരണം ഷൂട്ട് നിർത്തിയിട്ട് പോയാലേ എവിടെയെങ്കിലും പോയി യാത്ര ചെയ്യേണ്ടി വരുന്നുള്ളൂ. യാത്ര ഇല്ല. വല്ലപ്പോഴും എവിടെയെങ്കിലും സമയം കിട്ടുവാണെങ്കിൽ ഫാമിലിയൊക്കെ ലൊക്കേഷനിലോട്ട് വരും. അല്ലെങ്കിൽ അപ്പോഴും ഒരു ലൊക്കേഷൻ എൻജോയ് ചെയ്യും അല്ലേ? ഫാമിലിനെ വിളിക്കും. ഓക്കെ, അപ്പൊ എനിക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. അപ്പൊ എന്തായാലും ലേറ്റ് ആയതുകൊണ്ട് ഞാൻ എനിക്ക് മനസ്സിലായി. അപ്പം നല്ല മനസ്സുകൊണ്ടാണ്. അപ്പം നമ്മുടെ പടം എന്നായിരുന്നു റിലീസ്? ജൂൺ 28. അപ്പൊ ജൂൺ 28 പാർട്ട്നേഴ്സ് റിലീസാണ്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണും അല്ലെ? തിയേറ്ററിൽ പോയി കാണണം. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ് ഫോർ ദ മൂവി. താങ്ക് യു സോ മച്ച്. വളരെ നന്ദിയുണ്ട്. താങ്ക് യു.